ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന വീഡിയോ എങ്ങനെയാണ് റെലിസ് സോഫ്റ്റ്വെയറിൽ ടാക്സ് ഡിനേ ചെയ്യുന്നത്, ടാക്സ് സ്വീകരിക്കാതിരിക്കാനുള്ള വിധം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ്. അതിനായി നമ്മൾ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് റെലിസ് സോഫ്റ്റ്വെയറിൽ പ്രവേശിക്കുക. എന്നിട്ട് നമ്മുടെ വില്ലേജിൻ്റെ ആ പേജിൽ പേയ്മെൻറ്റ്സ് ഓപ്ഷനിൽ പോയിട്ട് പേയ്മെൻറ്റ്സിൽ ഡിനേ ടാക്സ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും നമുക്ക് ഒരു ലിങ്ക്, ഒരു പേജ് പ്രത്യക്ഷപ്പെടുന്നു. അതിൽ നമ്മുടെ വില്ലേജിൻ്റെ ബ്ലോക്ക് നമ്പർ സെലക്ട് ചെയ്യാൻ കഴിയും. ഏത് സർവേ നമ്പറാണ് ടാക്സ് നിരസിക്കേണ്ടതെന്ന് കാണാൻ കഴിയും. ആ സർവേ നമ്പറും സബ് ഡിവിഷൻ നമ്പറും അടിച്ചു കൊടുക്കുക. അപ്പോഴത്തേക്കും കാണുന്ന പേജിൽ ഒരു ഫയൽ നോട്ട് ചെയ്യേണ്ട ഒരു കോളം വരും. ഫയൽ നോട്ട് ചെയ്യേണ്ട സ്ഥലത്ത് ഏത് കോടതി ഉത്തരവാണ്, ഏത് ബാങ്ക് അറ്റാച്ച്മെൻറ്റാണ്, എന്ത് കാരണം കൊണ്ടാണ് നികുതി സ്വീകരിക്കാൻ പാടില്ലാത്തത് എന്ന വിവരം അതിൽ ടൈപ്പ് ചെയ്ത് ചേർക്കുക. ഡിനേ ടാക്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും ആ ടാക്സ് പിന്നെ സ്വീകരിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് പോകുന്നതായിരിക്കും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഏതെങ്കിലും കാരണവശാൽ കരം എടുക്കാൻ കഴിയാത്ത ഭൂമിയുടെ കരം ആൾക്കാർ ഓൺലൈൻ വഴിക്ക് അറിയാതെ എടുത്തു പോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ നമുക്ക് കഴിയും. ഇപ്രകാരം നമുക്ക് തുടർന്ന് ഏത് സർവേ നമ്പറാണോ ആവശ്യം ആ സർവേ നമ്പറും ആ സബ് ഡിവിഷൻ നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ തണ്ടപ്പേര് കിട്ടുന്നതും അതിലെന്ത് കാരണമാണെന്ന് കാണിച്ച് ഇങ്ങനെ തുടർന്ന് ഡിനേ ടാക്സ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി.